ഷവോമിയുടെ ഷവോമി പാഡ് 6X Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി പാഡ് 6S Pro എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഷവോമി പാഡ് 6S Proയിൽ 12.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 3K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 3048x2032 ആണ്. അപ്പോൾ നല്ല റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 38,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ടാബ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായേനെ. എന്നാലും ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ ആണ് എന്നുള്ളത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. ഡോൾബി വിഷൻ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3:2 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഈ ഒരു ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 900 നിറ്റ്സ് ആണ്. പിന്നെ ടാബിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായേനെ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 590 ഗ്രാം ആണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 6.26 mm ആണ്. പിന്നെ ഇതിൽ മാഗ്നറ്റിക് കീബോർഡിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈലസ് പെന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഗ്രീന്, ലൈറ്റ് ബ്ലൂ, ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, എന്നാലും ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. 38,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ കിട്ടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലാണ് വരുന്നത്. 12 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 മൈക്രോഫോൺസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 6 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ടാബാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 10,000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ടാബിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3299 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 38,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. ഷവോമിയുടെ പാഡ് 6 എന്ന ടാബ് ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 38,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ടാബിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. മികച്ചൊരു പ്രോസസ്സറും നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വില 45,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഷവോമി പാഡ് 6X Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.